കൽപ്പറ്റ ലക്ഷ്മി നാരായണ സരസ്വതി വിദ്യാലയത്തിൽ ശാസ്ത്രമേള നടന്നു. LP, UP വിഭാഗങ്ങൾക്കായാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത്. പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണങ്ങൾ, ശക്തമായ മഴയെ, വെള്ളപ്പൊക്കത്തെ എന്നിവയെ അതിജീവിക്കാനാവശ്യമായ വീടിന്റെ നിർമ്മിതികൾ, മണ്ണുമാന്തി യന്ത്രങ്ങളും ക്രെയിനും കൂടി ചേർന്നുള്ള മെഷീനറികൾ, പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള വാഹനങ്ങൾ, വൈദ്യുതി ലാഭത്തിന് ആവശ്യമായ സോളാറുകളുടെ പ്രത്യേക രീതിയിലുള്ള ഉപയോഗങ്ങൾ എന്നിവയെല്ലാം വിദ്യാർത്ഥികളുടെ മനസ്സിലെ രൂപത്തിൽ പ്രകടമായി. പ്രധാന അധ്യാപകൻ M. വിജയൻ, M. ദേവിപ്രിയ, രമേശൻ എന്നിവർ സംസാരിച്ചു. നല്ല പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാതല മത്സരങ്ങളിലേക്കും അവസരം ലഭിച്ചു. ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈഡ്രോളിക് റോബോട്ടിക് ആമാണ്. ഹൈഡ്രോളിക് റോബോട്ടിക് ആമെന്ന് വെച്ചാൽ ജലത്തിന്റെ മർദ്ദത്താൽ പ്രവർത്തിക്കുന്ന ഒരു കൈ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 8 10 സിമെന്റും IV ട്യൂബ്, കാർഡ്ബോർഡ്, അലുമിനിയം കമ്പി, ടൂപ്പിക്കിന് പകരം ഞാൻ ഈർക്കലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഒരു പെൻസിൽ ബാറ്ററി, നൈലോൺ ലൈൻ. ഇതിന് ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ കുറേ അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു JCB വിളിച്ചിട്ട് ഒരു മരത്തിനെ നീക്കം ചെയ്തിട്ട് അടുത്ത ഒരു ക്രെയിനെ വിളിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ റിയൽ ലൈഫിൽ വരികയാണെങ്കിൽ നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. പിന്നെ ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ചെയ്തോ. ഒരു മിനിറ്റ് ഇത് സോളാർ പാനലാണ്. ഇത് സൺലൈറ്റ് തട്ടുമ്പോൾ ഇതിന്ന് വയറ് നേരെ പമ്പിലേക്കും, പമ്പ് നേരെ വെള്ളം പൈപ്പ് വഴി നേരെ അഗ്രികൾച്ചറിലേക്ക് വെള്ളം ഒഴിക്കുന്നു. പിന്നെ ഇത് സോളാർ പാനൽ സ്റ്റോർ ചെയ്യും ബാറ്ററിയിൽ. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തും. വാഹനങ്ങൾ പോകുമ്പോൾ നമുക്ക് രാത്രി സമയങ്ങളിൽ ഉപകാരമാണ്. പിന്നെ ഇതാണ് റിയൽ സോളാർ പാനൽ. ഇത് നമ്മൾ സ്വിച്ചിട്ട് വെളിയിലേക്ക് നേരെ സോളാർ പാനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.